ഹൗ വുഡ് യു ലൈക്ക് ടു ബി റിമെമ്പേർഡ്? അജു വർഗീസ് എന്ന് പറഞ്ഞൊരു ആക്ടറിനെ ആൾക്കാർ എങ്ങനെ ഓർക്കണം എന്നാണ് അയച്ചേട്ടൻ വിചാരിക്കുന്നത്? എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കഥാപാത്ര വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉം. കഥാപാത്ര വേഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ഇമോഷൻസും വരുന്നുണ്ട്. നായകന്മാർക്കൊണ്ടില്ലാതല്ല. കഥാപാത്ര വേഷങ്ങൾക്ക് രൂപങ്ങളൊക്കെ മാറാം. അതെ. അമ്മാവനാവാം. കുറച്ചും കൂടെ അതെ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പ്രായങ്ങളിട്ട് ആ, വേരികയാണ്. മറ്റൊരു കുറച്ചും കൂടി യങ് ആയിട്ട് നിൽക്കുമല്ലോ. ആ. അപ്പം അതിൽ എല്ലാ ഇമോഷനും വന്നു പോകും. ഒറ്റ സിനിമയിലല്ല. പല throughout- അതെ, പെർഫോമൻസിലായിട്ട്. ആ ഇമോഷൻസ് ഒക്കെ പേടി കൂടാതെ ചിന്തിക്കാതെ സ്വിച്ച് ഇട്ട പോലെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അത് വന്നിരുന്ന ഒരാൾ എന്ന് പറയാൻ പറ്റിയാൽ വന്നാൽ എന്തെങ്കിലും നമുക്കറിയില്ല. കാര്യം ഇറ്റ്സ് വെരി ടഫ് തിങ്. ഞാൻ പറഞ്ഞില്ല, നിൽക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള നമ്മളുടെ മുതിർന്നവരുടെ സീനിയേഴ്സിൻ്റെ എന്താ ചെയ്തതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരു ഫ്രെയിമിൽ നിന്നാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അത് നമ്മളുടെ ഒരു ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒരു കുറച്ച് സിനിമകൾ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ധൈര്യമായിട്ട് വേഷങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയിരുന്ന ഒരാളെന്ന് പറയാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പോൾ ഇപ്പോഴുള്ള അയച്ചേട്ടന് ഒരു 20 years ആയിട്ടുള്ള അയച്ചേട്ടനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമെങ്കിൽ എന്താ പറയുക? ലൈക്ക് എ പീസ് ഓഫ് അഡ്വൈസ് അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലിക്കരുത്. എന്താ പറയുക അല്ലേ? വലിക്കുകയാണെങ്കിൽ തന്നെ ഡെയിലി 1-2 വലിക്കുക, കുറെ വലിക്കരുത്. ഇത് പറഞ്ഞിട്ടുണ്ടാവും. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ബുദ്ധിമുട്ടല്ല, അത് നമ്മുടെ ഹെൽത്തിനെ. അയച്ചേട്ടൻ ആ ബുദ്ധിമുട്ട് മുന്നേ അത് ഉപേക്ഷിച്ചു. അല്ല, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴും നമുക്ക് ഓടി ചാടി സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ പാടല്ലേ. അതെ അല്ലേ? പിന്നെ അത് നമുക്ക് ആ ഒരു നമ്മൾ 40 വരെയൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാം പോകുന്നു. 40 കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ച് അതായത് ഇങ്ങനെയാണ് 40 അതുവരെ ബോഡി നോക്കിക്കോളും. അപ്പം അതുകൊണ്ട് അതായിരിക്കാം ഞാൻ പിന്നെ 7 മണിക്ക് ശേഷം ഭക്ഷണം എനിക്കൊക്കെ മാറ്റാൻ സ്ട്രഗിൾ ചെയ്യുന്ന ശീലങ്ങളിലായിപ്പോയി. ഈ ചോറ് കഴിക്കുന്ന ഒരു നാടാണ് നമ്മുടെ, പ്രത്യേകിച്ച് ആ ജനറേഷൻ. രാത്രിയും നമ്മൾ ചോറല്ലേ. അപ്പം അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് ഇന്ന് തൊട്ട് ഇപ്പം എനിക്ക് സിഗരറ്റ് വലി ഞാൻ പറയാൻ കാര്യം വേറൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിൽ പരസ്യങ്ങളുണ്ടായിരുന്നു. ട്രെയിനിൽ വലിക്കായിരുന്നു, ഹാഷ്ട്രൈസ് ഉണ്ടായിരുന്നു. ഒരു നാളാണ് പെട്ടെന്ന് അത് തെറ്റായി മാറിയത്. അപ്പം ഡാമേജ് ഒക്കെ വന്നു. ഡാമേജ് ഇല്ല, അപ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ അത് വളരെ ഇഷ്ടമുള്ള കാര്യമായി. ഒരു യൂഷ്വൽ കാര്യമായി മാറി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യാൻ കാത്തിരിക്കുക ഒന്ന് വലുതാവാൻ. അപ്പോൾ പിന്നെ വലുതാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യില്ലേ, നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യമല്ലേ. അപ്പോൾ ആ ട്രൈയിങ് ആണ് അതിന് ഏറ്റവും ചീത്ത. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം.